ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ഒരു വീഡിയോ നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സി അച്യുതമേനോനെ കുറിച്ച് പറയുകയാണ്. സി അച്യുതമേനോന് അദ്ദേഹത്തെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സി അച്യുതമേനോനാണ്. കണ്ടിന്യൂസ്ലി ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ആൻസർ സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായിരുന്നു ആര്? സി അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോനായിരുന്നു. ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള. ആൻസർ സി അച്യുതമേനോൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രാജ്യസഭാ അംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? സി അച്യുതമേനോനാണ് കേട്ടോ. അതുപോലെ രാജ്യസഭാ അംഗമാകുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ സി അച്യുതമേനോന്റെ ആത്മകഥ എന്തായിരുന്നു? സി അച്യുതമേനോന്റെ ആത്മകഥയായിരുന്നു എന്ത്? എൻ്റെ ബാല്യകാല സ്മരണകൾ. എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? സി അച്യുതമേനോന്റെ ആത്മകഥയാണ്. ഒരു 3-4 ആത്മകഥകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ ഏതാണെന്ന് അറിയാമോ? ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ. ആൻസർ ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ഓട്ടോബയോഗ്രഫി ഓഫ് ലളിതാംബിക അന്തർജനം ആത്മകഥയ്ക്ക് ഒരു ആമുഖം. EMSന്റെയും KR ഗൗരിയമ്മയുടെയും ആത്മകഥ. EMSന്റെയും KR ഗൗരിയമ്മ. EMSന്റെ ആത്മകഥ എന്താണ്? ആത്മകഥ. KR ഗൗരിയമ്മയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥ. ഓട്ടോബയോഗ്രഫി ഓഫ് EMS. ആൻസർ ആത്മകഥ. ഓട്ടോബയോഗ്രഫി ഓഫ് KR ഗൗരിയമ്മ. ആൻസർ എന്താണ്? ആത്മകഥ. ആത്മകഥ. അതുപോലെ പറയുകയാണെങ്കിൽ കേരളവർമ്മ വലിയകോയിത്തമ്പുരാന്റെ ആത്മകഥ എൻ്റെ മൃഗയാസ്മരണകൾ. ഓട്ടോബയോഗ്രഫി ഓഫ് കേരളവർമ്മ വലിയകോയിത്തമ്പുരാൻ. ആൻസർ എൻ്റെ മൃഗയാസ്മരണകൾ. അതുപോലെ പറയുകയാണെങ്കിൽ സി കേശവന്റെ ആത്മകഥ. ഓട്ടോബയോഗ്രഫി ഓഫ് സി കേശവൻ. ജീവിത സമരം. സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം. അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി ഓഫ് സി കേശവൻ. ആൻസർ ജീവിത സമരം. അതുപോലെ AK ഗോപാലന്റെ ആത്മകഥ. AK ഗോപാലന്റെ ആത്മകഥ ഏതാണ്? AK ഗോപാലന്റെ ആത്മകഥ ഏതാണ്? എൻ്റെ ജീവിത കഥ. ഓട്ടോബയോഗ്രഫി ഓഫ് AK ഗോപാലൻ. എൻ്റെ ജീവിത കഥ. എൻ്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ്? ആത്മകഥയാണ് AK ഗോപാലന്റെ ആത്മകഥയാണ്. അതുപോലെ തന്നെ അന്നാചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥ. ഓട്ടോബയോഗ്രഫി ഓഫ് അന്നാചാണ്ടി. ആത്മകഥ. അന്നാചാണ്ടിയുടെ ആത്മകഥ ഏത് തന്നെയാണ്? ആത്മകഥ തന്നെയാണ്. K കരുണാകരന്റെ ആത്മകഥ ഏതാണ്? ഓട്ടോബയോഗ്രഫി ഓഫ് K കരുണാകരൻ. പതറാതെ മുന്നോട്ട്. ഓട്ടോബയോഗ്രഫി ഓഫ് K കരുണാകരൻ. പതറാതെ മുന്നോട്ട്. അതുപോലെ തന്നെ ഫാദർ ജോസഫ് വടക്കന്റെ ആത്മകഥ എൻ്റെ കുതിപ്പും കിതപ്പും. ഓട്ടോബയോഗ്രഫി ഓഫ് ഫാദർ ജോസഫ് വടക്കൻ. ആൻസർ എൻ്റെ കുതിപ്പും കിതപ്പും. അതുപോലെ PJ ആന്റണിയുടെ ആത്മകഥ. PJ ആന്റണിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ നാടകസ്മരണകൾ. ഓട്ടോബയോഗ്രഫി ഓഫ് PJ ആന്റണി. എൻ്റെ നാടകസ്മരണകൾ. ഓട്ടോബയോഗ്രഫി ഓഫ് PJ ആന്റണി. എൻ്റെ നാടകസ്മരണകൾ. അതുപോലെ തന്നെ വൈലോപ്പള്ളിയുടെ ആത്മകഥ എൻ്റെ കാവ്യലോക സ്മരണകൾ. ഓട്ടോബയോഗ്രഫി ഓഫ് വൈലോപ്പള്ളി. ആൻസർ എൻ്റെ കാവ്യലോക സ്മരണകൾ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ VS അച്യുതാനന്ദന്റെ ആത്മകഥ ഏതാണ്? സമരം തന്നെ ജീവിതം. ഓട്ടോബയോഗ്രഫി ഓഫ് VS അച്യുതാനന്ദൻ. ആൻസർ സമരം തന്നെ ജീവിതം. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ്. EK നയനാരുടെ ആത്മകഥ ഏതാണ്? EK നയനാരുടെ ആത്മകഥയാണ്
എൻ്റെ സമരം, ഓട്ടോബയോഗ്രഫി ഓഫ് EK നയനാർ, എൻ്റെ സമരം അല്ലെങ്കിൽ മൈ സ്ട്രഗിൾ. ഓട്ടോബയോഗ്രഫി ഓഫ് EK നയനാർ, ആൻസർ എന്താണ്? മൈ സ്ട്രഗിൾ. മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥ എന്താണെന്ന് അറിയാം? മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. ഓട്ടോബയോഗ്രഫി ഓഫ് മന്നത്തു പത്മനാഭൻ, ആൻസർ എൻ്റെ ജീവിത സ്മരണകൾ. അതുപോലെ തന്നെ അവൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. കുറച്ച് ഓട്ടോബയോഗ്രഫികളോടുണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് 1-2 ക്വസ്റ്റ്യനോട് ഓർമ്മയിൽ വന്നു കേട്ടോ. മമ്മൂട്ടിയുടെ ആത്മകഥ ഏതാണെന്ന് അറിയാമോ? ചമയങ്ങളില്ലാതെ. ഓട്ടോബയോഗ്രഫി ഓഫ് മമ്മൂട്ടി, ആൻസർ ചമയങ്ങളില്ലാതെ. മോഹൻലാലിൻ്റെ ആത്മകഥ ഏതാണ്? ഹൃദയത്തിൻ്റെ കയ്യൊപ്പ്. ഓട്ടോബയോഗ്രഫി ഓഫ് മോഹൻലാൽ, ആൻസർ ഹൃദയത്തിൻ്റെ കയ്യൊപ്പ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ച് ആത്മകഥകളും പറയുന്നുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ പറയാം. കുറച്ച് ആത്മകഥകൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ്, ഏവർക്കും വീഡിയോ കാണാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ കാണുക, കേട്ട് പഠിക്കുക കേട്ടോ. പഠനത്തിൽ ഒരുപാട് സ്റ്റേജസ് ഉണ്ടെന്നാണ്. എന്തൊക്കെയാണ്? നമ്മൾ പഠനത്തിൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ഒരു വ്യക്തി പറയുന്നത് കേൾക്കുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ആൾ ഹിയറിംഗ് എന്നാണ്. ഒരാൾ പറയുന്നത് കേൾക്കുക. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുക? ഒരു തവണ ഈ പറയുന്ന ഒന്ന് വായിച്ചു നോക്കുക. പിന്നീട് എന്ത് ചെയ്യുക? അത് ഓർത്ത് നോക്കുക. അപ്പം ഈ 3 സ്റ്റേജസ് പൂർത്തിയാകുമ്പോഴത്തേക്കും ആ പഠനം പൂർത്തിയായി എന്നാണ്. ആ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? പഠിച്ചു കഴിഞ്ഞുമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അതേപടി ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്താണെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്താണ്? ഹൃദയ വിശാലതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ. ലോകത്തിലെ ഏറ്റവും വലിയ നന്മ ഹൃദയത്തിൻ്റെ വിശാലതയാണ്. വിശാലമായിട്ട് ചിന്തിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? ജീവിതത്തിലെങ്ങും പതറിപ്പോവുകയില്ലെന്നാണ് കേട്ടോ. നമ്മൾ ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? ജീവിതത്തിൽ തളർന്നു പോകുവാൻ പാടില്ല. തളർന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ആ അനുഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ആത്മധൈര്യത്തോടെ എന്ത് ചെയ്യുക? നേരിടുക കേട്ടോ. നിങ്ങൾ ഹൃദയവിശാലതയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്താണ്? നിങ്ങൾ നന്മയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ നന്മയുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. വിശാലമായിട്ട് കാണുവാനും കാര്യങ്ങൾ വിശാലമായിട്ട് കാണുവാനും അതുപോലെ വിശാലമായിട്ട് ചിന്തിക്കുവാനും നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഏതിനെയും പോസിറ്റീവായിട്ട് സമീപിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. നെഗറ്റീവ് ചിന്തകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക കേട്ടോ. നമ്മൾ ഒരു ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കൽ പോലും ആരെയും അമിതമായിട്ട് വെറുക്കുവാൻ പാടില്ല. ഒരു അമിതമായിട്ടൊന്നല്ല, ആരെയും വെറുക്കാനേ പാടില്ല. വെറുത്ത് കഴിഞ്ഞാൽ അതൊരു കുഴപ്പം. എന്താണ് അതിൻ്റെ ഡ്രോബാക്ക്? എന്താണ്? വെറുപ്പിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ മാനസിക സന്തോഷത്തെ തകർത്തു കളയുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാവരെയും ലോകത്ത് സ്നേഹിക്കാൻ കഴിയുമോ? എല്ലാവരെയും ഒന്നും സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല കേട്ടോ. അതങ്ങനെയാണ് കേട്ടോ. ഒരു വ്യക്തിയും നമ്മൾ സ്നേഹിച്ചില്ലെങ്കിലും എന്തില്ല, ഒരു വ്യക്തിയും വെറുക്കാൻ പാടില്ലെന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് എല്ലാവരോടും കോമൺ ആയൊരു സ്നേഹം ഉണ്ടായിരിക്കണം. മനുഷ്യനാണെന്നൊരു സ്നേഹം നമുക്ക് എല്ലാവരോടും ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. എന്ന് കരുതി ആരെയും ചെയ്യാൻ പാടില്ല, വെറുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻസിന് എന്ത് ചെയ്യാൻ പാടില്ല? ചെവി കൊടുക്കാൻ പാടില്ല. നമുക്ക് ജീവിതത്തിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക കേട്ടോ. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആകാത്ത ഏത് കാര്യവും ചെയ്യുന്നതില്ല, യാതൊരു തെറ്റില്ലെന്നാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ വേറൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആയാൽ ആ പ്രവൃത്തിക്ക് എന്തില്ല, യാതൊരു മൂല്യവുമില്ലെന്നാണ്. മറിച്ച് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ മറ്റു വ്യക്തിക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല എങ്കിൽ എന്താണ്, ആ പ്രവൃത്തി കൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നതില്ല, അതൊരു തെറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ
നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരങ്ങളായി മാറണേന്നാണ് എന്ത് നമ്മുടെ ആഗ്രഹങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തായി മാറണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനപ്രദമായി തീരണേ എന്നാണ് നമ്മുടെ ആഗ്രഹവും. അത് തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയും കേട്ടോ. അപ്പം നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് ജീവിതത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ഇനി ഹൃദയവിശാലതയെക്കുറിച്ച് പറഞ്ഞു. ഹൃദയവിശാലതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ആത്യന്തികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. അത് ഉറപ്പാണ്. 90% അല്ല 100% ഉറപ്പാണ്. പരാജയങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ആ പരാജയങ്ങളെയൊക്കെ എന്ത് ചെയ്യും, അതിവിദഗ്ധമായി തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും കേട്ടോ. അതുകൊണ്ട് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞാൽ എന്താണ്, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം.